അങ്ങനെ നമ്മളിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഫ്രണ്ട്സാണിത് കണ്ടോ. അപ്പോൾ ഇവർ നമുക്കിവിടെ ഗ്രാനൈറ്റ് ഫാക്ടറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടി പോരാണ്. നല്ല സ്നേഹം കേട്ടോ, അടിപൊളി ഫ്രണ്ട്സ് എന്ന് പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റില്ല. ഇവർ വിടേണ്ട ഇത്ര സമയം, ഇപ്പോൾ സമയം എത്രയായി? 11:40. നമ്മൾ വണ്ടി ചെയ്യുന്ന ലൂബും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാണ്. ഇവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നമ്മളെ കൂടെ പോരാണ്. റൈഡേഴ്സിന് പറഞ്ഞാൽ അത്ര ഇഷ്ടമായിട്ട് ഇവർക്ക്. ചില ആളുകളൊക്കെ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടും ഹാപ്പി ജേണി അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ യാത്ര അയക്കുക. ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇതുപോലത്തെ അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൂടുതൽ കിട്ടുകയാണ്. ഇപ്പം എനിക്ക് ആദ്യം ഫസ്റ്റ് ഒരു ഇതുണ്ടായിരുന്നു, നമ്മളറിയാത്ത സ്റ്റേറ്റുകൾ. കേരളം തമിഴ്നാടും കർണാടകയും നമുക്ക് വിഷയമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മലയാളക്കാർക്ക് ശരിക്കും അറിയാമല്ലോ. ടൊബാക്കോ ടൊബാക്കോ കമ്പനി നമ്മുടെ മറ്റേ പുകയിലൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഇവിടെ എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഫ്രണ്ട്സുകളൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റക്കുള്ള യാത്ര അടിപൊളി തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നമുക്ക് അവരെ സ്നേഹവും സഹായവും കിട്ടുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മളെ ഇവർ ഗ്രാനൈറ്റിൻ്റെ ഫാക്ടറിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മളെ ഫ്രണ്ട്സാണ് അരുൺ റെഡ്ഡിയും നാഗാർജുനും, അതാണ് ഇവരെ പേര്. അപ്പം ഇനി ഇവർ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ ചെന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിനുള്ളിൽ ചെന്ന് നോക്കാം. നമുക്ക് ലാംഗ്വേജ് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇതിലൂടെയൊക്കെ എനിക്ക് ശരിക്കും ഹിന്ദിയോ ഇംഗ്ലീഷോ ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല. ഇവർ പറയുമ്പോൾ ഇവർ ശരിക്കും തെലുങ്കാണ് സംസാരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ലാംഗ്വേജ് ഒരു പ്രശ്നമല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കണ്ടോ, ഇതൊക്കെയാണ് ഗ്രാനൈറ്റിൻ്റെ ഫാക്ടറി പറയുന്നത്. നമുക്കിതിൻ്റെ അകത്തേക്ക് പോവാം. കണ്ടോ, ഗ്രാനൈറ്റ് കട്ടിങ്. ഇതാണ് ഗ്രാനൈറ്റ് കട്ടിങ്. കണ്ടോ, ഇതുപോലത്തെ വലിയ പാറ കഷ്ണങ്ങൾ കറക്റ്റ് കട്ട് ചെയ്യാണ്. കണ്ടോ, കുറേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വലിയ പാറ കഷ്ണമാണോ അതങ്ങനെ കട്ട് ചെയ്ത് പോവാണ്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു കാഴ്ചയാണ്. അടിപൊളി കാഴ്ച തന്നെയാണ്. കണ്ടോ, ഇവിടെ കുറേ സംഗതികളുണ്ട്. ഇവിടെ കട്ട് ചെയ്ത് കുറേ കണ്ടോ. എന്തായാലും ഇവർ പറഞ്ഞപ്പോൾ ഇവർ അടുത്ത് തന്നെ ആയപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി വന്നാണ്. കണ്ടോ, കട്ട് ചെയ്തായി കുറേ ഇഷ്ടം പോലെ ഇതാ മിഷനറീസും കണ്ടോ. കട്ടിങ് വീലുകളൊക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ച് അതിങ്ങനെ ഇവിടുന്ന് പോളിഷ് ചെയ്യും. അതുപോലെ തന്നെ കറക്റ്റ് കട്ടിങ് റെഡിയാക്കുക. അത് പല പീസ് വലുപ്പത്തിലുള്ള പാറകളാവും. അത് കണ്ടോ, കറക്റ്റ് രണ്ട് സൈഡും ഇതാക്കുക, വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്യുക. കണ്ടോ, കണ്ടോ, ആ ഒരു പീസ് കട്ടായി. ഇനി അത് നേരെ പോളിഷിങ്ങിന് വിടാവും. കണ്ടോ, ആ പോളിഷിങ്ങിന് വിടണം. ഇനി അത് അവിടെ നിന്ന് പോളിഷ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോളിഷ് വിടും. എന്തായാലും അടിപൊളി സംഭവം കേട്ടോ. ഇതുപോലുള്ള പാറ കഷ്ണങ്ങളാണ് അതുപോലെ കട്ട് ചെയ്ത് വരുന്നത്. കണ്ടോ, വലിയ വലിയ പാറ കഷ്ണങ്ങൾ കണ്ടോ. ഇതുപോലുള്ള പാറ കഷ്ണങ്ങൾ ഇത് വെയിറ്റ് എടുത്ത് പൊന്തിച്ച് മാറ്റാനുള്ള ഒരു സംഭവമാണിത്. കണ്ടോ, ഇത്ര വലിയ വലിയ പാറ കഷ്ണങ്ങളൊക്കെ പൊക്കി എങ്ങോട്ടാണ് വേണ്ട രീതിയിൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പുറത്തൊക്കെ വലിയ ലോറികൾ കണ്ടോ, ആ ലോറികളിലൊക്കെയാണ് ഈ വലിയ വലിയ പാറകൾ കയറ്റി കൊണ്ടിരുന്നത്. പിന്നെ ചെറിയ പീസുകൾ കട്ട് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് അത്. അതിൻ്റെ വീലൊക്കെ നോക്കിയേ, അടിപൊളി സംഭവം തന്നെ. പിന്നെ അതുപോലെ തന്നെ വലിയ പീസുകൾ കട്ട് ചെയ്യാൻ അതിനുള്ളിൽ നേരത്തെ കാണിച്ചിരുന്നില്ല, ആ സൗകര്യമുണ്ട്. പിന്നെ ഇതൊക്കെ അവർ അങ്ങനെ പീസ് കറക്റ്റ് കണ്ടോ, ഈ തിക്നെസ്സിൽ പീസാക്കിയതിന് ശേഷം അങ്ങോട്ട് വിടും. അവിടുന്നാണ് നമ്മൾ കറക്റ്റ് സ്ക്വയർ അവർ ആ വലിപ്പത്തിൽ കട്ട് ചെയ്യുന്നത്. പിന്നെ നേരെ പോളിഷിങ്ങിന് വിടും. അതാണ് സംഭവം. പിന്നെ ഫുള്ള് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ റെഡിയാക്കി വെക്കും. അത് ട്രാൻസ്പോർട്ടേഷന് വണ്ടിയിൽ കയറ്റി വിടും. ഇത്രയാണ് സംഭവം.
ഇങ്ങനെ കറക്റ്റ് കട്ട് ചെയ്ത സാധനങ്ങൾ കണ്ടോ, ഇവിടെ വെച്ച് ഇവർ പോളിഷ് ചെയ്യണുണ്ടോ. ഇങ്ങനെ പോളിഷ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇവർ നല്ല ഫിനിഷിങ് ആക്കി എടുക്കുന്നത്. പിന്നെ പോളിഷ് ചെയ്ത് വെച്ച സാധനങ്ങളാണിത്. ഇതങ്ങനെ ഇവർ ട്രാൻസ്പോർട്ടേഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ ഇതാണ് ഗ്രാനൈറ്റ് ഫാക്ടറിയിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയാണ് ഇത്. മണ്ണിൻ്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സംഭവമാണ്. അത് കുഴിച്ചെടുത്തിട്ട് നമ്മൾ വെട്ടൽ കോറികളിലൊക്കെ അല്ലേ, അതുപോലത്തെ സംഭവമാണ്. ജെ.സി.ബി കൊണ്ട് മാന്തി അത് പാറ കഷ്ണങ്ങളാക്കിയിട്ട് അത് വണ്ടിയിൽ വഴി കൊണ്ടുവന്നതിന് ശേഷം അവർ കറക്റ്റ് കട്ട് ചെയ്തിട്ട് പോളിഷ് ചെയ്യുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് ഗ്രാനൈറ്റ് ഫാക്ടറി കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.